ഈവനിങ് എന്ത് സ്നാക്സ് ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് വീട്ടിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശരി എന്നാൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈരോട് വന്നതിന് ശേഷമാണ് ഈ കുക്കിംഗ് ഒക്കെ തുടങ്ങിയത്. അതിന് മുമ്പ് എനിക്ക് കുക്കിങ്ങിൻ്റെ ഒരു പരിപാടി അറിയില്ലായിരുന്നു. വീട്ടിലിരിക്കുമ്പോഴായാലും ഞാൻ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്ത് ശീലം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് കടോടെ ഈരോട് വന്നതിന് ശേഷമാണ് കുക്കിംഗ് പഠിക്കാത്ത എത്ര മോശം കാര്യമായിപ്പോയി എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത്. അന്ന് കുക്കിംഗ് അറിയാതെ ഞാൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടും യൂട്യൂബ് നോക്കിയിട്ടൊക്കെയാണ് ഈ റെസിപ്പികൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് അപ്പോൾ ഹിറ്റായി കിട്ടിയ ഒരു സാധനമാണ് ഈ ചട്ടിപ്പത്തിരി പറയുക. ഈ നോമ്പ് കാലം ആയാലൊക്കെ നമ്മുടെ ഫോൺ തുറന്നാൽ പിന്നെ ഈ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസും അതിൻ്റെ റെസിപ്പീസും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയാണ് ഞാനും ഈ ചട്ടിപ്പത്തിരി ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയത്. അന്നത്തെ എൻ്റെ കുക്കിംഗ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് വളരെ ഹിറ്റായ ഒന്നായിരുന്നു. അതിന് ശേഷം ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് കുറച്ചായിട്ട് ഞാൻ കുക്കിങ്ങിൽ നിന്നേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വേണം പറഞ്ഞാൽ നമ്മളുടെ തിരക്കുകളിൽ ഉള്ളതുകൊണ്ടാവാം നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോയത് എന്ന് പറയാം. 2 കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ആയി നമ്മൾ അതിൻ്റേതായ കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക നമ്മുടെ മക്കൾക്കാണല്ലേ. അപ്പോൾ ഇതൊന്നും അവർ കഴിക്കാനാവാത്തത് കൊണ്ടായിരിക്കാം ഞാൻ അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ മെല്ലെ ഞാൻ വീണ്ടും കുക്കിങ്ങിലൊക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഇടയ്ക്കൊക്കെ സ്നാക്സ് റെസിപ്പീസൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അല്ല പറഞ്ഞാൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഫുഡ് ഐറ്റംസ് മാത്രമായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള വെറൈറ്റി കുക്കിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സ്നാക്സ് കണ്ടല്ലോ. വീണ്ടും ഒരു സ്നാക്സുമായി വരുന്നവരെ ഓക്കെ, ബൈ.